ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കടയിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് ചേട്ടൻ ഒരു കായും കൊണ്ടുവരുന്നത് കേട്ടോ. ഈ ഒരു കായ എന്നോട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഈ ഒരു കായ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു കായയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു കായ ഓരോന്നോരോന്നായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും പ്രാണികളും പുഴുക്കളും ഒക്കെ വരുന്നത് കാണാം. ഇതിൽ നിറയെ പ്രാണികളും പുഴുക്കളാണ്. കല്യാണം കഴിഞ്ഞ 8 വർഷമായിട്ടും ഇങ്ങനൊരു കായ ഈ ഒരു പറമ്പിലുള്ള കാര്യം എനിക്കറിയില്ല. ഞാനിത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ നിങ്ങൾക്കും അത്ഭുതം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു കായ സ്ഥിരമായി കാണുന്നവർക്ക് അത്ര വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ ഒരു കായയുടെ മരം എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമ്മുടെ കിണറിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ്. സംഭവം ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. 8 വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അപ്പൊ എന്നോട് ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, വല്ലപ്പോഴെങ്കിലും പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണേന്ന്. സത്യമാണ്, എനിക്ക് ഈ ഒരു പറമ്പിലോട്ട് ഇറങ്ങാനായിട്ട് മടി ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ കുറച്ച് അല്ലറ ചില്ലറ പരീക്ഷണങ്ങളും പിന്നെ കുറച്ച് ക്രാഫ്റ്റിന്റെ തട്ടിക്കൂട്ട് പണികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകും. എന്നാലും ഞാൻ ഈ ഒരു കായ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടോ. ഈ ഒരു കായയുടെ ഉള്ളിൽ നിന്നും നിറയെ പുഴുക്കളും പ്രാണികളാണ് വരുന്നതെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ കാരമരം. കാരക്കായ എന്നാണ് ഇതിന്റെ പേര്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. നമ്മുടെ ഈ വൈക്കോലൊക്കെ കൂഞ്ഞു കൂട്ടാനായിട്ട് ബാലൻസ് കൊടുക്കുന്ന, സെന്ററിൽ ബാലൻസ് കൊടുക്കാനായിട്ട് ഈ ഒരു മരം ഉപയോഗിക്കുമെന്നാണ് അപ്പച്ചനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതിന് വേറെ എന്തെങ്കിലും ഗുണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ, എനിക്ക് തീരെ അറിഞ്ഞൂടാ. ഈ ഒരു കാരക്കായയുടെ ഷേപ്പ് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ഷേപ്പ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കാരക്കായയുടെ മരം വീട്ടിലുള്ളവരും ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. പിന്നെ അതിശക്തമായ മഴയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.